പാഴ്വസ്തുക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഇനി പുലർവേള മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടി മെതിച്ചു കളയുന്ന പാഴ്ചെടികളെ രുചിയൂറും വിഭവങ്ങളാക്കുന്നതിനെ കുറിച്ചാണ് ഇനിയുള്ളത്. ചൊറികണ മുതൽ തൊട്ടാവാടി വരെ ജ്യൂസും തോരനുമൊക്കെയായി തീൻമേശയിലെത്തിക്കാം. നമുക്ക് കാണാം. തൊട്ടാവാടി ജ്യൂസ്, മുക്കുറ്റി ഓംലേറ്റ്, തുമ്പത്തോരൻ, ചെമ്പരത്തിത്തോരൻ, ചൊറിയണം ഫ്രൈ. കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചപ്പോൾ തയ്യാറാക്കിയ സൈഡ് ഡിഷുകളുടെ പേരാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. പാഴ്ചെടികൾ ഉണർത്തുന്ന ഗൃഹാതുര സ്മരണകൾ. എന്നാൽ രാവിലെ നാട്ടിലെ പൊന്തക്കാടുകളിലും റോഡരികുകളിലും വട്ടം കറങ്ങുന്ന ഈ ചേട്ടന്മാരെ കണ്ടപ്പോൾ സംഭവം കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലായി. കളകളെന്ന് പറഞ്ഞ് പിഴുതെറിയുന്ന തൊട്ടാവാടിയും മുക്കുറ്റിയും ചൊറിയണവുമൊക്കെയാണ് ഇവരുടെ ഉന്നം. പറിച്ച് കറിവെക്കാൻ തന്നെ. എന്താണ് ലക്ഷ്യമെന്ന് KR നാരായണൻ സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞൻ തന്നെ വ്യക്തമാക്കി. ഈ പാഴ്വിളകളെ നമ്മൾ അവയുടെ പോഷണ മൂല്യത്തെയും ഭക്ഷണത്തെയും ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ടേസ്റ്റിയായ ഫുഡാക്കി മാറ്റുക. അപ്പോൾ ഈ ഫുഡാക്കി മാറ്റിക്കൊണ്ട് ഈ ഫുഡിലൂടെ നമുക്ക് രോഗം മാറ്റിയെടുക്കാം. ഇതൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഇന്നത് അന്യം നിന്ന് കഴിഞ്ഞു. അപ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം നടത്തി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഏറ്റവും ടേസ്റ്റിയായ രീതിയിൽ എങ്ങനെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഈ ഓരോ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഓരോ നമ്മൾ കളകൾ എന്ന് പറയുന്ന ഈ ചെടികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റിയുള്ള ഫുഡാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതോടുകൂടെ രോഗി അറിയാതെ തന്നെ അയാൾ രോഗവിമുക്തനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വസ്തുത. എങ്കിൽ പിന്നെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നേരെ പാചകപ്പുരയിലേക്ക് വിട്ടു. കാട്ടുചീര, മഷിത്തണ്ട്, ചെമ്പരത്തിയില, പ്ലാവില, ഫിലിപ്പൈൻസ് ചീര എന്നിങ്ങനെ നീളുന്നു കറിവെക്കാനുള്ള ഐറ്റംസ്. സ്ലേറ്റ് മായ്ക്കുന്ന മഷിത്തണ്ട് തീൻമേശയിലെത്തുന്നത് സലാഡായിട്ടാണ്. തൊട്ടാവാടി ജ്യൂസായി മാറും. ചെമ്പരത്തിയില കൊണ്ട് തോരൻ. ഓരോ വിഭവങ്ങളും ഔഷധക്കൂട്ടുകളാണ്. ക്യാൻസർ മുതൽ ആസ്മ വരെ മാറ്റിയെടുക്കാൻ വീര്യമുള്ളവ. ചൊറികണം എന്ന് പറയുന്നത് ആരും തന്നെ ഉപയോഗിക്കാതെ ഒരു പാഴ്ചെടിയുടെ പട്ടികയിൽ പെടുന്ന ചെടിയാണ് ചൊറികണം. ഈ ചൊറികണം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയ വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പ്രധാനമായിട്ട് ചൊറികണം ഫ്രൈ എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കാം. പിന്നെ ചൊറികണം സ്റ്റൂ, ചൊറികണം മസാല. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കേട്ടാൽ പോലും വ്യത്യസ്തമാണെന്ന് തോന്നാകുന്ന സ്വാദോടുകൂടി രുചിക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ചൊറികണം നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി ദഹന സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് അയാൾക്ക് വിമുക്തനാകാൻ സാധിക്കുന്നു. സ്ലേറ്റ് മായ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ മഷിപ്പച്ച ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന ഒരു സാലഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മഷിപ്പച്ച ഉണ്ട്. മഷിപ്പച്ചയ്ക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റീസ് ഉണ്ട്, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി കൊളസ്ട്രോമിക്, അങ്ങനെ പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരുപാട് പ്രോപ്പർട്ടിയുള്ള പ്ലാന്റാണ് മഷിത്തണ്ട്. ചെമ്പരത്തിയില കൊണ്ടുള്ള തോരൻ കഴിക്കുന്നതോടുകൂടി നമുക്ക് വൈറ്റമിൻ B12 എന്ന വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഒരുപാട് മൈക്രോ എലമെന്റ് ആയ അയൺ, കാൽസ്യം തുടങ്ങിയ മൈക്രോ എലമെന്റും സിങ്ക് തുടങ്ങിയ മൈക്രോ എലമെന്റും വളരെ സമ്പുഷ്ടമാണ് നമ്മുടെ ചെമ്പരത്തി ഇലയിൽ. പാഴിലകൾ ചില്ലറക്കാരല്ലെന്ന തിരിച്ചറിവ് സദ്യ കഴിഞ്ഞതോടെ മിക്കവർക്കും മനസ്സിലായി. വളരെ രസകരവുമാണ്, സ്വാദിഷ്ടമാണ്, പോഷക സമ്പുഷ്ടമാണ്. ഇതുപോലെ ഒരു സദ്യ ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പാഴ് ചെടികളെന്ന് കരുതി കളയുന്ന സസ്യങ്ങൾ ഉപയോഗിച്ച് ഇത്ര സ്വാദിഷ്ടമായ ആഹാരങ്ങൾ തയ്യാറാക്കാമെന്ന്
വളരെ സർപ്രൈസായിട്ടുള്ള ഒരനുഭവമായിരുന്നു. പച്ചടി, കിച്ചടി, ഓലൻ, തോരൻ, അച്ചാറ്, മഷിത്തുണ്ട് കൊണ്ട് സലാഡ്, ഇതെല്ലാം എനിക്ക് കിട്ടിയ ഇത്രയും സാധനങ്ങൾ ഞാൻ രുചിച്ച് നോക്കിയിട്ട് ഇത് ഏത് ചെടി കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ രുചിയാണ്. വളരെ രുചികരമായ രീതിയിൽ അത് പാചകം ചെയ്യുകയുണ്ടായി. പങ്കെടുത്തവർക്ക് എല്ലാം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു എന്ന് ആളുകൾ പറയുകയുണ്ടായി. കൂടാതെ ഇനി സ്വന്തം വീട്ടിലും ഇത് പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് പാഴിലകൾ പൊട്ടിച്ച് കറിവെച്ച് നടന്നത് ബുദ്ധിപരമായ നീക്കമായിരുന്നുവെന്ന തോന്നൽ ചിലർക്കെങ്കിലും ഇപ്പോൾ കാണും. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ PT മധുവിനൊപ്പം വൈശാഖോമാട്ടിൽ, മനോരമ ന്യൂസ്. പുതിയ കുറെ വിവരങ്ങളായിരുന്നു അല്ലേ. എന്തായാലും ചൊറിയണത്തിന് ഇത്ര പ്രാധാന്യമുണ്ട്, ആരോഗ്യപരമായ ഒരു ഭക്ഷണമാക്കി അതിനെ മാറ്റാം എന്നുള്ളത് വലിയൊരു അറിവ് തന്നെയാണ്.